ആരെങ്കിലും അങ്ങനെ ഒരു മാനിപ്പുലേഷന് ശ്രമിച്ചാൽ അത് ക്രിമിനൽ നടപടി പ്രകാരം കുറ്റമാണ്. ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും വീഴ്ച വന്നാൽ അതിൽ നടപടി ഉണ്ടാവും. നമ്മൾ സുതാര്യമായിട്ട് ഇലക്ഷൻ നടത്താനുള്ള എല്ലാ നടപടികളും നമ്മൾ ചെയ്യുന്നുണ്ട്. ക്ലാരിറ്റി വരാത്തതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഇപ്പോൾ രണ്ടിടത്ത് പേരുള്ള ഒരാൾ അയാൾ അവിടുത്തെ പേര് ഒഴിവാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടതാണ്. പക്ഷെ അത് ഒഴിവാക്കാത്തത് അവിടുത്തെ ഉദ്യോഗസ്ഥർ BLOയുടെ പ്രശ്നമാണ് അവർ ഒഴിവാക്കാതിരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞല്ലോ, BLOയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷണ നടപടി ഉണ്ടാവും. ക്ഷമിക്കണം, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ക്ഷമിക്കണം. CPIM നേതാക്കൾ കളക്ടർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അഷ്കർ അലി കരിമ്പ നമുക്കൊപ്പം എത്തുന്നു തത്സമയം. അഷ്കർ അലി കരിമ്പ, നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ് വ്യാജ വോട്ടിന് ആരെങ്കിലും മുതിർന്നാൽ അത് കർശനമായ നടപടിയിലേക്ക് പോകും എന്ന് തന്നെ കളക്ടർ ഇപ്പോൾ വ്യക്തമാക്കുകയല്ലേ? സുജയ, തീർച്ചയായും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു ഇമ്പാക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഏറ്റവും നിർണായകം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ് തന്നെയാണ്, വോട്ടെടുപ്പ് തന്നെയാണ്. ആ വോട്ടെടുപ്പിലുള്ള ക്രമക്കേട് ഇല്ലെങ്കിൽ അത് അട്ടിമറിക്കാനുള്ള ശ്രമം, അത്തരമൊരു ശ്രമം, വ്യാജ വോട്ടും ഇരട്ട വോട്ടും അടക്കമുള്ള കാര്യങ്ങളാണ് റിപ്പോർട്ടർ TV പുറത്തു കൊണ്ടുവന്നത്. ആ പുറത്തു കൊണ്ടുവന്ന കാര്യത്തിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഒരു നിർണായക ഇടപെടൽ നടത്തിയിരിക്കുന്നു. അത്തരത്തിൽ 15, 16 തീയതികളിലായി 2 ദിവസങ്ങളിലായി ഓരോ ബൂത്തുകൾ കേന്ദ്രീകരിച്ചും ഓരോ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും BLOമാരുടെയും നേതൃത്വത്തിൽ യോഗം വിളിച്ചു ചേർത്തുകൊണ്ട് അവരുടെയൊക്കെ ആക്ഷേപങ്ങൾ, പരാതികൾ സ്വീകരിച്ചിരിക്കുന്നു. ആ പരാതികളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ജില്ലാ ഭരണകൂടം ഒരു പ്രത്യേക ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു. അഥവാ വ്യാജ വോട്ടെന്ന് സംശയമുള്ള, ഇരട്ട വോട്ടെന്ന് സംശയമുള്ള ആളുകളുടെ ഒരു പ്രത്യേക ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ആ വോട്ടുകളുടെ എണ്ണം എത്രത്തോളം ഉണ്ട്, ആ സ്പെഷ്യൽ ലിസ്റ്റിലെ വോട്ടുകളുടെ എണ്ണം എന്ന കാര്യം അത് വ്യക്തമാക്കാൻ ജില്ലാ കളക്ടർ തയ്യാറായിട്ടില്ല. എന്നിരുന്നാൽ പോലും അതൊരു ചെറുതല്ലാത്ത സംഖ്യയാണ് എന്ന് തന്നെയാണ് നമുക്ക് ബോധ്യമാവുന്നത്. അത്തരം ആളുകൾ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ ആ ലിസ്റ്റിലുള്ള ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരുടെ തിരിച്ചറിയലിനൊപ്പം തന്നെ അവരുടെ ഒപ്പുകളും ഫോട്ടോയും അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അവർക്ക് ഏതെങ്കിലും വിധത്തിൽ സംശയമുണ്ടെങ്കിൽ ആ സംശയം ദൂരീകരിക്കുന്നവരെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനും അപ്പുറത്തേക്ക് മനഃപൂർവ്വം തനിക്ക് മറ്റൊരു മണ്ഡലത്തിൽ വോട്ടുണ്ടായിട്ട്, ഇല്ലെങ്കിൽ തനിക്ക് മറ്റൊരു ബൂത്തിൽ വോട്ട് ഉണ്ടായിട്ട് മനഃപൂർവ്വം ഈ മണ്ഡലത്തിൽ വന്ന് വോട്ട് ചെയ്യാൻ ശ്രമിക്കുകയോ ഇല്ലെങ്കിൽ മറ്റൊരു ബൂത്തിൽ വോട്ട് ചെയ്യാൻ ശ്രമിക്കുകയോ ചെയ്താൽ അത് മനഃപൂർവ്വമാണ് ചെയ്യുന്നതെങ്കിൽ വോട്ട് ചെയ്യാൻ എത്തി എന്ന ഒറ്റ കാരണത്തിൽ തന്നെ ആ വ്യക്തികൾക്കെതിരെ ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചുകൊണ്ടുള്ള ക്രിമിനൽ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. ആ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഉണ്ടാവില്ല. അതോ കൃത്യമായൊരു മുന്നറിയിപ്പ് ഇത്തരത്തിൽ വ്യാജ വോട്ടർമാർക്ക്, ഇരട്ട വോട്ടർമാർക്കൊക്കെ ഇപ്പോൾ തന്നെ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അത്തരത്തിൽ ശക്തമായ നടപടികൾ ഉണ്ടാകും എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ തലത്തിൽ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ ആദ്യം തന്നെ ചൂണ്ടിക്കാട്ടിയൊരു കാര്യമായിരുന്നു, ഒരു ബൂത്തിൽ ഒരു ഇരട്ട വോട്ട് വരണമെങ്കിൽ ഇല്ലെങ്കിൽ മറ്റു മണ്ഡലത്തിലുള്ള മറ്റ് പഞ്ചായത്തുകളിലുള്ള ഒരാളുടെ പേരോ വോട്ടോ അധികമായി ഒരു ബൂത്തിൽ കടന്നുകൂടണമെങ്കിൽ പൂർണ്ണമായും അതിൽ BLOയുടെ ഒരു ഒത്താശ ഉണ്ടാവണം, ഇല്ലെങ്കിൽ BLOയുടെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടാവണം. ആ വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉദ്യോഗസ്ഥ തലത്തിലെ വീഴ്ചകൾക്കെതിരെയും കൃത്യമായ നടപടി ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ S. ചിത്ര മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ CPM നേതാക്കൾ ആദ്യം 3 പരാതി ഞങ്ങൾ നൽകിയിരുന്നു. ആ പരാതികളിൽ നടപടി ഉണ്ടാവാത്ത സാഹചര്യത്തിലാണ് ഇന്ന് വീണ്ടും പരാതി നൽകുന്നതെന്നാണ് CPM നേതാക്കൾ വ്യക്തമാക്കിയത്. അത്തരത്തിൽ CPM നേതാക്കൾ AK ബാലനും അതുപോലെ തന്നെ ജില്ലാ സെക്രട്ടറി സുരേഷ് ബാബുവും CPI ജില്ലാ സെക്രട്ടറി സുരേഷ് രാജ അടക്കമുള്ളവർ നേരിട്ടെത്തിക്കൊണ്ടാണ് കളക്ടർക്ക് ഈ തെരഞ്ഞെടുപ്പിന് പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ വീണ്ടും കളക്ടറേറ്റിലേക്ക് എത്തി മാർച്ചിന് ശേഷം ഒരു പരാതി നൽകുന്നത്. ആ ലഭിച്ച പരാതികളൊക്കെ തന്നെ കൃത്യമായി നടപടി സ്വീകരിച്ചിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ഈ വിഷയം വലിയൊരു വെല്ലുവിളിയാകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പ്രത്യേകിച്ച് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളൊക്കെ തന്നെ ഇത്തരത്തിൽ ആരോപണം ഉന്നയിച്ചാൽ, ഒരാൾ വോട്ട് ചെയ്യാനെത്തുമ്പോൾ അതിൽ ആരോപണം ഉന്നയിക്കുകയോ അത് തർക്കത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പക്ഷേ വലിയ വിഷയങ്ങളിലേക്ക് പോവുകയും ചെയ്യും. എന്തായാലും പാലക്കാട് തെരഞ്ഞെടുപ്പ് ആവേശം ചൂട് പിടിക്കുമ്പോൾ, അല്ലെങ്കിൽ കൊട്ടിക്കലാശത്തിലേക്ക്, അല്ലെങ്കിൽ കൊട്ടിക്കയറാൻ നിൽക്കുമ്പോൾ പോലും വോട്ടേഴ്സ് ലിസ്റ്റും പോളിംഗ് ബൂത്തും ഒക്കെ തന്നെ വലിയ വിഷയമായി മാറുന്നു. ഈ വ്യാജ വോട്ട് ലിസ്റ്റിലടക്കം ജില്ലാ കളക്ടർ അടക്കം നടപടി സ്വീകരിച്ചു എന്ന് പറയുമ്പോൾ പോലും അത് തെരഞ്ഞെടുപ്പ് ദിവസം അത് എങ്ങനെ പ്രതിഫലിക്കാൻ പോകുന്നു എന്നുള്ളതും നിർണായകമാകും. സുജിയ. അഷ്കർ അലി കരിമ്പ, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് അധിക ദിവസമില്ല. ഇന്ന് കുട്ടിക്കലാശമാണ്, മറ്റന്നാൾ തെരഞ്ഞെടുപ്പാണ്. അതിനു മുൻപ് ഈ വോട്ടുകളൊക്കെ നീക്കുക, അല്ലെങ്കിൽ ഇത് കൃത്യമായി കണ്ടെത്തുക, അങ്ങനെയുള്ള നടപടിക്രമങ്ങളിലേക്ക് എത്രത്തോളം പൂർണ്ണതോതിൽ പോകാൻ കഴിയും? അതോ പോളിംഗ് ദിവസം രാഷ്ട്രീയ പാർട്ടികൾ, പ്രധാനമായും ഇപ്പോൾ CPIM-ഉം BJP-യുമാണ് വ്യാജ വോട്ടിനും ഇരട്ട വോട്ടിനും വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ ഉപയോഗിക്കുന്നു എന്നതിനും ഒക്കെയായി ആരോപണങ്ങളുമായി രംഗത്തുള്ളത്. അവരടക്കം എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഇപ്പോൾ പദ്ധതിയിടുന്നത് കളക്ടർക്ക് കൊടുത്ത പരാതിക്കപ്പുറം?
സുജ, ഈ വോട്ടുകൾ നീക്കുക എന്നുള്ളത് നിയമപരമായി നടക്കുന്നൊരു കാര്യമല്ല. പ്രത്യേകിച്ച് അവസാനം ഒരു വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചാൽ, ഒരു ബൂത്തിൻ്റെ അടിസ്ഥാനത്തിൽ വോട്ടർ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ പിന്നീട് അതിലെ വോട്ടുകൾ നീക്കം ചെയ്യാൻ നിയമപരമായി പാടില്ല എന്നുള്ളതാണ് അതിൻ്റെ നിയമവശം. അതുകൊണ്ട് തന്നെ ഒരാളുടെയും വോട്ട് നിലവിൽ വ്യാജ വോട്ടെന്നോ അല്ലെങ്കിൽ ഇരട്ട വോട്ടെന്നോ അല്ലെങ്കിൽ അത്തരത്തിൽ സംശയത്തിൽ നിൽക്കുന്ന ആളുകളുടെ ഒന്നും വോട്ട് നീക്കം ചെയ്യാൻ നിയമപരമായ നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും സാധിക്കില്ല എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ തന്നെ റൂൾ. അതുകൊണ്ട് തന്നെയാണ് അത്തരം വോട്ടുകൾ നീക്കം ചെയ്യാതെ അതിന് പകരമായി അതൊരു പ്രത്യേക ലിസ്റ്റ് ചെയ്യുക എന്നുള്ള നിയമ നടപടിക്രമമാണ് ഇപ്പോൾ ജില്ലാ ഭരണകൂടം വരണാധികാരിയും സ്വീകരിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ആ ലിസ്റ്റിലുള്ള ആളുകൾ വോട്ട് ചെയ്യാനെത്തുമ്പോൾ പ്രത്യേക പരിശോധനകൾ നടത്തി മാത്രം അവർക്ക് വോട്ട് ചെയ്യാൻ അനുവാദം നൽകുക. മറിച്ച് അത് സംശയാസ്പദമാണ് എങ്കിൽ ഇല്ലെങ്കിൽ അത് തടയേണ്ട വോട്ടാണ് എന്ന് കൃത്യമായ ബോധമുണ്ടെങ്കിൽ അതിൽ വോട്ട് ചലഞ്ച് അടക്കമുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതിലേക്കാണ് ഇപ്പോൾ പോകാൻ ഇല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോകാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് നമുക്ക് ആ ഒരു വാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നിലവിൽ സാഹചര്യത്തിൽ അങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റിൽ ആരെങ്കിലും വോട്ടുകൾ റദ്ദാക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ പരാതികൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ റദ്ദാക്കുകയാണെങ്കിൽ പിന്നീട് അത് ആരെങ്കിലും കോടതിയിലേക്ക് കയറുകയോ കോടതിയിൽ പോവുകയോ മറ്റുമൊക്കെ ചെയ്താൽ അത് വലിയ നിയമ പ്രശ്നങ്ങളിലേക്ക് പോകും. അതുകൊണ്ട് തന്നെയാണ് അത്തരമൊരു സാഹചര്യം ഒഴിവാക്കാൻ വോട്ടുകൾ നിലവിൽ ലിസ്റ്റ് ചെയ്തതിൽ അല്ലെങ്കിൽ ആരോപണം ഉന്നയിക്കപ്പെട്ട പരാതി ലഭിക്കപ്പെട്ട വോട്ടുകളൊന്നും തന്നെ ഇപ്പോൾ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യില്ല. പക്ഷേ അത്തരത്തിൽ സംശയമുള്ള പരാതികൾ ലഭിച്ച വോട്ടുകളൊക്കെ തന്നെ പ്രത്യേക ലിസ്റ്റിലേക്ക് മാറ്റും. അതിനോടൊപ്പം തന്നെ ഇപ്പോൾ അവസാനമായി BLOമാരും അതുപോലെ തന്നെ ആ ബൂത്തുകളുടെ അടിസ്ഥാനത്തിലുള്ള രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുമായ യോഗത്തിൽ ചേർന്ന് ആ യോഗത്തിൽ നിന്നും സംശയമായി കണ്ടെത്തിയ വോട്ടുകളുണ്ട്. ആ വോട്ടർമാരെയും ഇത്തരത്തിൽ പ്രത്യേക ലിസ്റ്റ് ചെയ്യും. ആ പ്രത്യേക ലിസ്റ്റിലുള്ള ആളുകൾ ബൂത്തിലേക്ക് എത്തുമ്പോൾ തക്കതായ പരിശോധനകൾ ഉണ്ടാകും എന്നതാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. പക്ഷേ ആ പരിശോധന എത്രത്തോളം സക്സസ്ഫുൾ ആകും അതൊരു വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ്. അത് നമുക്ക് സ്ക്രീനിൽ കൊടുക്കാവുന്നതാണ്. അഷ്കർ അലി ഇപ്പോൾ പറഞ്ഞത് അർഹരല്ലാത്ത വോട്ടർമാരെ പ്രത്യേകം ലിസ്റ്റ് ചെയ്യും. ഇരട്ട വോട്ടുള്ളവർ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ ഫോട്ടോ പകർത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൊബൈൽ ആപ്പിൽ അപ്ലോഡ് ചെയ്യും. ഇക്കാര്യങ്ങളാണ് പാലക്കാട് കളക്ടർ S. ചിത്ര IAS വ്യക്തമാക്കുന്നത്. റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന ഇരട്ട വോട്ട് വ്യാജ വോട്ട് വിഷയത്തിൽ കളക്ടറുടെ ഇടപെടൽ ഉണ്ടാവുകയാണ്. അർഹരല്ലാത്ത വോട്ടർമാരെ പ്രത്യേകം ലിസ്റ്റ് ചെയ്യും. ഇരട്ട വോട്ടുള്ളവർ വോട്ട് ചെയ്യാൻ എത്തുമ്പോൾ ഫോട്ടോ പകർത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മൊബൈൽ ആപ്പിൽ അപ്ലോഡ് ചെയ്യും. അഷ്കർ, നോക്കൂ, ഇക്കാര്യങ്ങളൊക്കെ നിരീക്ഷിക്കുന്നതിനായി രാഷ്ട്രീയ പാർട്ടികളും ജാഗരൂകരായി ഉണ്ടാകും ഈ തെരഞ്ഞെടുപ്പിൽ. ഇതുവരെ നമ്മൾ കണ്ടതുപോലെയല്ല ഇരട്ട വോട്ടുകൾ പെട്ടെന്ന് വന്ന് ചെയ്തു പോകാൻ, കള്ള വോട്ട് ചെയ്യാൻ ഒന്നും കഴിയാത്ത ഒരു സാഹചര്യം ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു വീറും വാശിയും പോലെ തന്നെ പോളിംഗ് ദിനത്തിലും നമ്മൾ കാണാൻ പോവുകയല്ലേ അഷ്കർ? അക്കാര്യത്തിൽ ഒരു സംശയം വേണ്ട. ഇത്തരത്തിൽ വ്യാജമായി ചേർത്ത വോട്ടുകളാണെങ്കിൽ ആ വോട്ടർമാർക്ക് ബൂത്തിലെത്താൻ തന്നെ ഒന്ന് മടിക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ജയിൽ ശിക്ഷ അടക്കമുള്ള വലിയ ശിക്ഷ നടപടികളാണ് അവർക്ക് കാത്തിരിക്കുന്നത്. മനഃപൂർവ്വമായി നിങ്ങളൊരു വ്യാജ വോട്ട് അത്തരത്തിൽ അബദ്ധത്തിലടക്കം ലിസ്റ്റിൽ ചേർത്തപ്പെട്ടവരുണ്ടെങ്കിൽ അവരുടെ ശ്രദ്ധയ്ക്ക് കൂടി നമ്മൾ പറയുകയാണ്. അബദ്ധത്തിലാണെങ്കിൽ പോലും നിങ്ങൾ വോട്ട് ചെയ്യുക എന്നുള്ള പ്രവൃത്തി ചെയ്യേണ്ടതില്ല. വോട്ട് ചെയ്യാൻ ബൂത്തിലെത്തിയാൽ പോലും നിങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം എന്നുള്ളതാണ് അതിൻ്റെ വകുപ്പുകൾ പറയുന്നത്. ജനപ്രാതിനിധ്യ നിയമം അനുസരിച്ചുകൊണ്ട് അത്തരത്തിലൊരു വ്യാജ വോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ ഇല്ലെങ്കിൽ ഒരു കള്ള വോട്ട് ചെയ്യാൻ ശ്രമിച്ചാൽ അതിനുവേണ്ടി ബൂത്തിലേക്ക് എത്തിയാൽ തന്നെ താങ്കൾക്കെതിരെ അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാം. അത് ഒരാൾ മനഃപൂർവ്വം മറ്റൊരു മണ്ഡലത്തിലുള്ള വോട്ട് മറച്ചു വെച്ചുകൊണ്ട് പ്രത്യേകിച്ച് ജില്ലാ കളക്ടർ ഉപയോഗിച്ച വാക്കാണിത്. മനഃപൂർവ്വമാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എങ്കിൽ നിങ്ങൾക്കെതിരെ കടുത്ത നിയമ നടപടികളാണ് കാത്തിരിക്കുന്നത്. ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ് തീർച്ചയായും. കാരണം ഈ വിഷയത്തിൽ ചെറിയ നേരിയ ഭൂരിപക്ഷങ്ങൾക്കൊക്കെയാണ് കഴിഞ്ഞ പെരിന്തൽമണ്ണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. 38 വോട്ടിൻ്റെ വ്യത്യാസത്തിൽ ഒരു സ്ഥാനാർത്ഥി വിജയിക്കുന്നു. പിന്നീട് 4 വർഷത്തോളം അത് കോടതി കയറി ഇറങ്ങുന്ന അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് ബാലറ്റ് പേപ്പർ അടക്കം അല്ലെങ്കിൽ ബാലറ്റ് അടക്കം നഷ്ടമാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. വലിയ വിവാദങ്ങളിലേക്ക് എത്തിയിരുന്നു. സമാനമായ രീതിയിൽ തന്നെ വലിയ ചീത്തപ്പേർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കേൾക്കേണ്ടി വരികയും ചെയ്തിരുന്നു. അത്തരം ഒരു സാഹചര്യം ഉണ്ടാവാതിരിക്കാൻ നടപടിക്രമങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശ്രമിക്കുന്നതെങ്കിൽ പോലും പാലക്കാട് തെരഞ്ഞെടുപ്പ് ഇലക്ഷൻ കഴിയുന്നതോടുകൂടി തന്നെ ഈ വോട്ട് വിഷയമടക്കം അത് കോടതി കയറുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. പ്രത്യേകിച്ച് നേരിയ ഭൂരിപക്ഷത്തിന് പരാജയപ്പെടുന്ന സ്ഥാനാർത്ഥികളൊക്കെ തന്നെ അത് കോടതിക്ക് മുമ്പിലെത്തിക്കും. അങ്ങനെയെങ്കിൽ എത്ര വോട്ടുകൾ അത്തരത്തിൽ പോൾ ചെയ്യപ്പെട്ടു ഇല്ലെങ്കിൽ ലിസ്റ്റിലെ അപാകതകളടക്കം അതിന് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരടക്കം വലിയ തോതിൽ വില കൊടുക്കേണ്ടി വരും, മറുപടി പറയേണ്ടി വരുമെന്നുള്ള ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ശക്തമായൊരു മുന്നറിയിപ്പും ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് ജില്ലാ കളക്ടർ അടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. വ്യാജമായി വോട്ട് ചെയ്യാനെത്തിയാൽ നിങ്ങൾക്കെതിരെ വലിയ നിയമ നടപടി ഉണ്ടാകുമെന്ന് കൃത്യമായി ക്രിമിനൽ നടപടിക്രമങ്ങൾ അനുസരിച്ച് 1 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ്. അത്തരത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകുമെന്ന് ജില്ലാ കളക്ടർ ആവർത്തിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും അത്തരത്തിൽ റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന വാർത്തയിൽ വലിയൊരു നടപടി ഉണ്ടായിരിക്കുന്നു, ഇമ്പാക്റ്റ് തന്നെ ഉണ്ടായിരിക്കുന്നു. അത് ഒരു തെരഞ്ഞെടുപ്പിനെ സംരക്ഷിക്കേണ്ട അല്ലെങ്കിൽ ജനാധിപത്യ പ്രക്രിയയെ സംരക്ഷിക്കേണ്ട ഒരു ഇടപെടൽ ആണ് എന്നുള്ളത് തന്നെ റിപ്പോർട്ടർ ടീമിന് ഒരുപാട് അഭിമാനിക്കാവുന്ന ഒരു നേട്ടം കൂടിയാണ്. തെരഞ്ഞെടുപ്പ് പട്ടികയിൽ ഇത്തരത്തിൽ അനർഹമായി ചേർത്തപ്പെട്ടതോ സംശയിക്കപ്പെട്ടതായ എല്ലാ വോട്ടുകളും ചേർത്തുകൊണ്ട് പ്രത്യേക ലിസ്റ്റ് ഇപ്പോൾ ജില്ലാ ഭരണാധികാരി തയ്യാറാക്കി
നൽകിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇത്തവണത്തെ പാലക്കാട് തെരഞ്ഞെടുപ്പും പോളിംഗും നടക്കാൻ പോകുന്നത്. ആ പോളിംഗിനനുസരിച്ച് അവിടെ എത്തുന്ന ഓരോ വോട്ടർമാരും 3 രാഷ്ട്രീയ പാർട്ടികൾ പരിശോധിക്കുന്നതിന് അപ്പുറത്തേക്ക് പ്രത്യേക ലിസ്റ്റിലുള്ള ആളുകളെ പ്രത്യേക പരിശോധനയ്ക്ക് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ വ്യക്തമാക്കും. പ്രത്യേകിച്ച് ജില്ലാ കളക്ടർ എടുത്തു പറഞ്ഞ കാര്യം, മലമ്പുഴയുമായും പാലക്കാട് മണ്ഡലവുമായും അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളുണ്ട്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്ന 173, 74, 75, 76 അത്തരം ബൂത്തുകളൊക്കെ തന്നെ ഇത്തരത്തിൽ കൊടുമ്പ് പഞ്ചായത്തുമായും കണ്ണാടി പഞ്ചായത്തുമായും അതിലിടുന്ന പ്രദേശങ്ങളും വാർഡുകളും ബൂത്തുകളുമാണ്. അത്തരം ഏരിയകൾ പ്രത്യേക പരിശോധന നടത്തി കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ വ്യക്തമാക്കുന്നത്. അങ്ങനെയെങ്കിൽ നമ്മൾ തന്നെ പുറത്തു കൊണ്ടുവന്ന വാർത്തയുണ്ട്. കൊടുമ്പ് പഞ്ചായത്തിലെ സ്ഥിര താമസക്കാരായ വോട്ടർമാർക്ക്, ഇതുവരെ കണ്ണാടി പഞ്ചായത്തിൽ ഒരു ഘട്ടത്തിലും താമസിക്കാത്ത വോട്ടർമാർക്ക്, മലമ്പുഴ മണ്ഡലത്തിൽപ്പെട്ട കൊടുമ്പ് പഞ്ചായത്തിൽപ്പെട്ട വോട്ടർമാരെ അനധികൃതമായി കണ്ണാടി പഞ്ചായത്തിലെ വോട്ടർ ലിസ്റ്റിൽ അനധികൃതമായി തിരികെ കയറ്റിയിരിക്കുന്നു. അതിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടർ അന്വേഷിച്ച് പുറത്തു കൊണ്ടുവന്ന കാര്യം. അതിലെ തെളിവുകൾ സഹിതമാണ് റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നത്. അതേപോലെ തന്നെ വോട്ടർ ലിസ്റ്റിലെ ഇരട്ട വോട്ടുകൾ, ഒരു ബൂത്തിൽ തന്നെ 5ഓളം ഇരട്ട വോട്ടുകളടക്കം 13ഓളം ഇരട്ട വോട്ടുകളടക്കം റിപ്പോർട്ടർ പുറത്തു കൊണ്ടുവന്നിരുന്നു. അത്തരത്തിൽ വോട്ടർ ലിസ്റ്റിലെ ഓരോ ക്രമക്കേടും പുറത്തു കൊണ്ടുവന്നതിന് പിന്നാലെയാണ് ഇപ്പോൾ ജില്ലാ കളക്ടറിൻ്റെയും ജില്ലാ തെരഞ്ഞെടുപ്പ് വരണാധികാരിയുടെയും ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ആ ഇടപെടൽ എന്ന് പറയുന്നത് വലിയ തോതിൽ ഇപ്പോൾ പ്രശംസിക്കപ്പെടേണ്ടതാണ്. പക്ഷേ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം വേണ്ട. അതിൽ ഉത്തരവാദിത്തപ്പെട്ട ഓരോ ബൂത്തിലെ ലിസ്റ്റും അവസാനമായി അംഗീകാരം നൽകുന്നത് BLMR റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അവിടെ വീഴ്ച ഉണ്ടായിരിക്കുന്നു. മാത്രമല്ല, ചില വോട്ടുകൾ ചേർക്കുന്നത് ആ വോട്ടർമാരുടെ കൂടി സത്യവാങ്മൂലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അത്തരത്തിൽ വ്യാജമായി സത്യവാങ്മൂലം നൽകിക്കൊണ്ട് ഏതെങ്കിലും വോട്ടർമാർ വോട്ട് ചേർത്തിട്ടുണ്ടെങ്കിൽ പോലും അതിലുള്ള നിയമ നടപടികൾക്കും അവർ വിധേയമാകേണ്ടി വരും. അത്തരത്തിൽ വലിയൊരു നിയമ നടപടിക്രമങ്ങളിലേക്ക്, ഇല്ലെങ്കിൽ ക്രിമിനൽ നിയമ നടപടിക്രമങ്ങളിലേക്ക് തന്നെ ഇത്തരത്തിൽ ഈ തെരഞ്ഞെടുപ്പ്, പാലക്കാട് തെരഞ്ഞെടുപ്പ് എത്തുന്നു എന്നുള്ള ഒരു ചിത്രം കൂടി എത്തിയിരിക്കുന്നു. അത്തരമൊരു സാഹചര്യം കൂടി സംജാതമായിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അത്തരത്തിൽ വോട്ട് ചെയ്യാൻ പോകുന്ന ആളുകൾ വ്യാജമായിട്ടാണ് ചെയ്യാൻ പോകുന്നതെങ്കിൽ വലിയ വില നൽകേണ്ടി വരും. കാരണം പ്രത്യേക ലിസ്റ്റ് തയ്യാറാക്കി നിങ്ങളെ ഇപ്പോൾ തന്നെ ജില്ലാ ഭരണകൂടം പ്രത്യേക ലിസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതിനപ്പുറത്തേക്ക് ഇനി ഇതിലേറ്റവും വലിയൊരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നത് സുജയ, അർഹമായ വോട്ട് ചെയ്യാൻ പോകുന്ന ഒരു വ്യക്തി, ആ വ്യക്തി വോട്ട് ചെയ്യാൻ ബൂത്തിലേക്ക് എത്തുകയും അത് തടയാൻ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ ശ്രമിക്കുകയും ചെയ്താൽ അത് പക്ഷേ വലിയ സംഘർഷത്തിലേക്ക്, ഇല്ലെങ്കിൽ തർക്കങ്ങളിലേക്കൊക്കെ പോകുന്ന സാഹചര്യം ഉണ്ടാവും. അതിനെ ഇനി മറികടക്കാൻ ഉദ്യോഗസ്ഥരും ഭരണാധികാരികളും ഒക്കെ എന്തൊക്കെ ചെയ്യുമെന്നുള്ളതും കാത്തിരുന്ന് കാണണം. എന്നിരുന്നാലും ആരെയും വോട്ട് ചെയ്യുന്നത് തടയില്ല. പ്രത്യേകിച്ച് ബൂത്തിൽ വോട്ടർ ലിസ്റ്റിൽ പേരുള്ള ഒരാളുടെയും വോട്ട് ഇപ്പോൾ നീക്കം ചെയ്യാൻ പോകുന്നില്ല. ലിസ്റ്റിൽ നിന്നും അവരുടെ പേര് വെട്ടാൻ പോകുന്നില്ല. പക്ഷേ മനഃപൂർവ്വമാണ് നിങ്ങൾ അനധികൃതമായ വോട്ട് ചെയ്യാൻ എത്തുന്നതെങ്കിൽ നിങ്ങൾക്ക് നിയമ നടപടി നേരിടേണ്ടി വരുമെന്നാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. സുജയ, അഷ്കർ അലി കരിമ്പയാണ് വിവരങ്ങൾ നൽകിയത്. വ്യാജ വോട്ട് പരാതിയിൽ നടപടിയുണ്ടാകുമെന്ന് പാലക്കാട് കളക്ടർ